ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ പണി എവിടെ വരെയായി എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീടിന്റെ കട്ടിള വെയ്പ്പ് അതുപോലെ തറയിട്ടത് അവിടെ വരെ കാണിച്ചു. അപ്പോ കുറെ ആൾക്കാർ ചോദിച്ചു ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇപ്പൊ ഏപ്രിൽ മാസമാണ്. അപ്പൊ ഏപ്രിൽ മാസം ആയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പരിപാടികൾ കൂടിയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏപ്രിൽ ഈ മെയ് ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മെയ് ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും മഴക്കാലം ആയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വാർക്കയൊക്കെ അതിന് മുമ്പ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ വാർക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും താഴത്തെ ഭാഗമാണെങ്കിലും ഒന്ന് വാർത്ത് റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് താമസിക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളുടെ പണികൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. അപ്പൊ അത് കാണിക്കും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ബാക്കിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഈ കാണുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കിയേക്കുന്ന സാധനങ്ങളും അതും ഇതൊക്കെയാണ്. അപ്പൊ വീടിന്റെ പണികൾ ഇപ്പോ എവിടം വരെ ആയി എന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. നമ്മുടെ വീടിന്റെ കാര്യങ്ങൾ കണ്ടോ, ഇത്രയൊക്കെ നമ്മുടെ വീടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഇത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് ആദ്യം നമുക്ക് തറ മാത്രം ഇട്ടപ്പോൾ നമുക്ക് അങ്ങനെ വീട് എന്തായി എവിടെ വരെയായി അങ്ങനെ നമുക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്ട്രക്ചർ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പണിതപ്പോഴേക്കും നമ്മുടെ വീട് കൃത്യമായിട്ട് റൂമുകളൊക്കെ നമുക്ക് ഇന്നതെന്നൊക്കെ ഒരു കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയില് ഞാൻ വീടിന്റെ അകം ഒന്ന് കാണിക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും വീടിന്റെ അകം കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് റൂമുകൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യാം, ഒന്ന് കാണാം. പിന്നെ അത് ഇപ്പൊ ലിൻഡൽ വാർക്കാൻ വേണ്ടിയിട്ട് തട്ടടിച്ച് തുടങ്ങി കേട്ടോ. ഷെയ്ഡിന്റെ കണ്ടോ, ഫ്രണ്ടിൽ ഒരു ബോക്സ് പോലെയാണ് വരുന്നത്. അങ്ങേറ്റത് കിച്ചൺ ആണ്. കിച്ചണിന്റെ ആ ഒരു ചെറിയ വിൻഡോയാണ് കാണുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കുഞ്ഞു ബെഡ്റൂമിന്റെ ഭാഗം കാണുന്നുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് കണ്ടില്ല, ഇങ്ങനെയാണ് കേട്ടോ സിറ്റ് ഔട്ട്. ആദ്യത്തെ നമ്മുടെ ഒരു ഡിസൈനിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഇങ്ങനെ നീളത്തിലായിരുന്നു. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാണുന്ന ഈ ബെഡ്റൂമിന്റെ ഒരു വിൻഡോ ഇല്ല, ആ വിൻഡോ ഉൾപ്പെടെ നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ്. അപ്പൊ നമ്മൾ അതൊരു ബെഡ്റൂം കുഞ്ഞത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സിറ്റ് ഔട്ട് നമ്മളത് ഇങ്ങനെ ഈ രീതിയിലാക്കി. അപ്പൊ നമുക്കൊരു കാര്യം, വീടിന്റെ അകത്ത് കയറിയിട്ട് അകത്തെ കാര്യങ്ങളും എന്തായി എങ്ങനെയായി എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ വാർക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ, തട്ടടിക്കാനുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടിറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. അങ്ങേയറ്റം നമ്മുടെ കിച്ചന്റെ ജനല്, ഇവിടെ നമ്മുടെ കുഞ്ഞ് ബെഡ്റൂം, പിന്നെ അത് ഈ കാണുന്നതാണ് നമ്മളുടെ സിറ്റ് ഔട്ട് പോർഷൻ കണ്ടോ. അപ്പൊ നമുക്കൊന്ന് കാര്യം ചെയ്യാം, നമുക്കൊന്ന് കയറി കാണാട്ടോ. അപ്പൊ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറി ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു ചെറിയൊരു തൂണ് വാർക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അടുത്ത ദിവസം അവർ ചെയ്യും. പിന്നെ അത് ഇവിടുന്ന് നമ്മൾ നേരെ നമ്മൾ കടക്കുന്ന നമ്മുടെ ഹാളിലേക്കാണ് കേട്ടോ. ഇവിടെ എല്ലാ സാധന സാമഗ്രികളാണ്. ഹാളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളുടെ മെയിൻ ഹാൾ എന്ന് പറയുന്ന പോർഷൻ. ഇതാണ്. ഒത്തിരി വലിയൊരു വീടൊന്നുമല്ല, ചെറിയ ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു റൂം ആദ്യം കാണാം കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ചെറിയ റൂം. ആക്ച്വലി നമ്മൾ ആദ്യം ഇതും കൂടെ നമ്മുടെ ഹാളിന്റെ പോർഷൻ ആയിട്ടായിരുന്നു, ഒരു എൽ ഷേപ്പ് ഹാളായിരുന്നു. ഇപ്പൊ ഈ കുഞ്ഞു റൂം നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട് നമ്മൾ ലിവിങ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഹാളും കൂടിയാണ് വന്നിരുന്നത്. പക്ഷെ നമ്മൾ ലിവിങ് ഏരിയ നമ്മുടെ ഡൈനിങ് ഏരിയകൾ ഒന്നിച്ചാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ അങ്ങേറ്റത്ത് നമുക്കൊരു കോമൺ ബാത്റൂം ഉണ്ട് ഇവിടെ. പിന്നെ ഈ ജനലിനോട് ചേർന്ന് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്, ഇവിടെയാണ്. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അവരിത് തട്ടടിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമൺ ബാത്റൂമിന്റെ അവിടുന്ന് ഫ്രണ്ടിലായിട്ട് നമ്മുടെ കിച്ചൺ കാണുന്നതാണ് കണ്ടോ. ഇതാണ് കിച്ചൺ ഒന്ന് കാണിച്ചു തരാവേ. നമ്മളിന് ഭക്ഷണമൊക്കെ ഉണ്ടാകുന്ന ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചണാണ്. കിച്ചണിൽ ഇതുപോലത്തെ ജനലുകളാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പം കിച്ചണിന്റെ അവിടെ നമ്മൾ ആദ്യം ഓപ്പൺ കിച്ചൺ ആണ് ഇട്ടത്. പിന്നെ നമ്മൾ സ്റ്റെയർ ചെയ്ത് വന്നപ്പോഴേക്കും ഇവിടുന്നാണ് സ്റ്റെയർ കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെയർ ഇങ്ങനെ വന്നുകൊണ്ട് ഓപ്പൺ കിച്ചൺ ഇടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇത് നമ്മളിനി കെട്ടി അടയ്ക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെയർ ഇങ്ങനെ കണ്ട ഒരു വരച്ചിട്ടുണ്ട്, മാഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. സ്റ്റെയർ വന്നിട്ട് നമ്മൾ ഇവിടെ ഈ ടോയ്ലറ്റിന്റെ മുകളിൽ ലാൻഡിങ് വരും. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഒരു തട്ട് വാർക്കുന്നത്. പിന്നെ ഇവിടെ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ട് ഇങ്ങോട്ടാണ് കയറുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കിച്ചൺ കണ്ടു, ഹാള് കണ്ടു, നമ്മുടെ കുഞ്ഞു ബെഡ്റൂം കണ്ടു. ഇനിയുള്ള നമ്മുടെ വലിയൊരു ബെഡ്റൂം ഉള്ളത്, അതായത് പ്രധാനപ്പെട്ട ബെഡ്റൂം ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഞാൻ ഒരു
സംഭവം കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുണ്ട്. 2 കട്ടിലിടാവുന്ന അത്രയും സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബാത്റൂം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ബാത്റൂം ഞാൻ ഇന്ന് ഒരു തട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ അവരോട് പറഞ്ഞ് ഇത് നമുക്ക് അങ്ങ് വാർക്കാന്ന് പറഞ്ഞു, ഇതിന് മുകളിൽ എന്ന് പറഞ്ഞു തട്ടടിക്കാന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു ഈ ഒരു ടോയ്ലറ്റ് ഇല്ലേ, ഈ ഒരു ടോയ്ലറ്റ് ഫ്ലോറിൽ നിന്ന് കണ്ടോ ഇറങ്ങിയിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്, താഴത്തേക്ക് ഇറങ്ങിയാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ടോയ്ലറ്റിന്റെ മുകൾ ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോറേജ് സ്പേസിന് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് അതൊരു സ്ലൈഡിങ് വിൻഡോസ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് നമുക്ക് ഇതിലൊക്കെ എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഈ ഒരു ടോയ്ലറ്റിനെ മാറ്റാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇതും കൂടെ നമ്മളിപ്പോൾ ഷെയ്ഡ് വാർക്കണപ്പം വാർത്തു പോകും. അപ്പൊ ഇതാണ് നമ്മളുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ എന്താണേലും കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീടിന്റെ ലിൻഡൽ വാർക്കും. പിന്നെ ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ മെയിൻ വർക്കും ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമുക്ക് കണ്ടോ സിറ്റൗട്ടിലേക്കൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാവുന്ന അവസ്ഥയിലേക്കൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പൊ അതെ നമ്മുടെ വീടിന്റെ സിറ്റൗട്ടിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീടിന്റെ പരിപാടികൾ ഇത്രയൊക്കെയായി. ബാക്കി വിശേഷങ്ങൾ അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരുടെ ഒരു പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളുടെ വീടിന്റെ ഇതുവരെയുള്ള പണികൾ, ഇപ്പൊ ലിൻഡൽ വരെയുള്ള പണികൾ മുന്നോട്ട് പോയെങ്കിൽ നമുക്ക് ഒത്തിരിയധികം പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. സാമ്പത്തികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് സ്ട്രഗിളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലോണുകളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ മാസമാണ് കൊടുത്തിരുന്നത്. പക്ഷെ മാർച്ച് എൻഡിങ് ക്ലോസിങ്ങിന്റെ ആ ഒരു ടൈം ഒക്കെ ആയതുകൊണ്ട് തന്നെ പ്രോസസ്സിങ്ങിനൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സംഭവിച്ചപ്പോ അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിലൊക്കെ ഒരു ഇച്ചിരി ഡിലേയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പല സ്ഥലത്തും അഡ്ജസ്റ്റ് ചെയ്തും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് ഇരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളുടെ ലോണിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആയിട്ട് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരും ഒരു പ്രാർത്ഥനയൊക്കെ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് പണികളൊക്കെ തീരാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഉടൻ തന്നെ അറിയിക്കണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.